അപ്പോൾ നമ്മുടെ CISF-ലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന CISF ഹെഡ് കോൺസ്റ്റബിളിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണ്. പറയാൻ പോകുന്ന യോഗ്യതയുള്ള വനിതകളായിട്ടുള്ള സ്പോർട്സ് പേഴ്സൺസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് നമ്മുടെ സ്പോർട്സ് പേഴ്സൺസിന് വേണ്ടിയുള്ളതാണ്. മെയിൻലി നമ്മുടെ വുമൻസ് ഹോക്കി ഡിസിപ്ലിൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ്. ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, ഹെഡ് കോൺസ്റ്റബിൾ GD പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപേക്ഷിക്കാൻ സാധിക്കുന്നത് 11/5/2025 മുതൽ ഏകദേശം 30/5/2025 വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ഡേറ്റിൻ്റെ മുൻഭാഗം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. 30/5/2025 വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രയൽ ടെസ്റ്റ് ആണ്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സെക്കൻഡ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെഡിക്കൽ എക്സാമിനേഷനൊക്കെ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എനിവേ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പേ സ്കെയിൽ ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, മെയിൽസിനല്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള വനിതകൾക്ക്, ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഹോക്കി ഡിസിപ്ലിൻ ഫീമെയിൽസിനാണെന്ന് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. 30 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക്, പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ട്രയൽ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് PST, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷനായിട്ട് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത +2 വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 ഉള്ള വനിതകൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 2/8/2002 അതുപോലെ തന്നെ 1/8/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏജിൻ്റെ റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷമൊക്കെ പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇതിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് +2 വേണം. അതിൻ്റെ കൂടെ സ്പോർട്സ് ഡിസിപ്ലിനിലുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, അതായത് ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സ്പോർട്സിൽ പങ്കെടുത്തിട്ട് ഷുഡ് ഹാവ് റെപ്രസെൻറ്റ് ദി കൺട്രി ആസ് എ മെമ്പർ ഓഫ് സീനിയർ അല്ലെങ്കിൽ ജൂനിയർ ഇൻ്റർമീഡിയറ്റ് ടൂർണമെൻറ്റിൽ പറയുന്നുണ്ട്. ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിലാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതില്ലാന്നാണെങ്കിൽ ഷുഡ് ഹാവ് റെപ്രസെൻറ്റ് ഇൻ ദി സ്റ്റേറ്റ് ടീം ഓർ ഇക്വാലൻ്റ് യൂണിറ്റ് ഇൻ നാഷണൽ ഗെയിംസ് അല്ലെ ചാമ്പ്യൻഷിപ്പ് ഇൻ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ ലെവലിലുണ്ടായിരിക്കണം. ഇനി അതും ഇല്ലെങ്കിൽ മെമ്പർ ഓഫ് മെഡൽ വിന്നിംഗ് ടീം ഇൻ ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിലോ, അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ഗോൾഡ് മെഡൽ നാഷണൽ ഗെയിംസ്, നാഷണൽ സ്കൂൾ ഗെയിംസ് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ മെഡൽ വിന്നിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് ടീം ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ +2 കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് എപ്പം മുതലാണെന്ന് കിട്ടേണ്ടതെന്ന് പറയുന്നുണ്ട്. ഏകദേശം 1/1/2023 മുതൽ 30/5/2025 ഇടയിൽ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, മെഡൽ, ഇതിനെ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്ക്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള ഹൈറ്റ് 133 സെൻറ്റിമീറ്റർ ചോദിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നോക്കി മനസ്സിലാക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെലക്ഷനിൽ വരുന്ന ട്രയൽ ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട, നിങ്ങൾ ഹോക്കിയാണല്ലോ, അതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ പ്രൊഫഷൻസി ടെസ്റ്റ് പറയുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പറയുന്നുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പറയുന്നുണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ പറയുന്നുണ്ട്. നമുക്ക് റിട്ടൺ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി ട്രയൽ ടെസ്റ്റ് എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏകദേശം 10ാമത്തെ പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രയൽ ടെസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ പ്രൊഫഷൻസി ടെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും, പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഹാജരാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കി ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം. മിനിമം +2 ഉള്ള പെൺകുട്ടികളിൽ നിന്നാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ CISF ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്.